അപ്പം ഇന്ന് നമ്മൾ നോക്കുന്ന നിഫ്റ്റിയുടെ അടുത്ത ഒരു മൂവ്മെന്റ് എങ്ങനെയായിരിക്കും മൺഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നേരത്തെ ഉണ്ട് നിഫ്റ്റിയുടെ വീഡിയോ ചെയ്തതിനകത്ത് ഞാൻ ഒരു ഗ്രീൻ ലൈനുകളെ പറ്റി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ലൈനുകൾ എങ്ങനെയാണ് അത് റെസ്പെക്ട് ചെയ്ത് മൂവ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ആ വീഡിയോ ഇട്ട ദിവസം തന്നെ അതിനെ റെസ്പെക്ട് ചെയ്ത് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും കണ്ടവർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രീൻ ലൈൻസ് അത് ഡ്രോ ചെയ്തിരിക്കുന്നതിൻ്റെ ക്രൈറ്റീരിയാസ് കുറേ അധികമുണ്ട്. കുറേ മാനദണ്ഡങ്ങളെ അനുസരിച്ചിട്ടാണ് അത് ഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നടന്നിരിക്കുന്ന കേസിലും ലാസ്റ്റ് ഡേയിലും ട്രേഡിംഗ് ഡേയിലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിനു ശേഷം ഓപ്പണിംഗ് റേഞ്ച് താഴേക്ക് പോയപ്പോൾ എല്ലാവരും കരുതി താഴേക്ക് പോകുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ 24,302 അവിടെ നിന്ന് കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്തത് തിരിച്ച് കയറി നെക്സ്റ്റ് അടുത്ത ഗ്രീൻ ലൈൻ തന്നെ സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു, തിരിച്ചത് അവിടുന്ന് താഴേക്ക് പോകുന്നു. അപ്പം ഈ ഒരു ലൈനുകളുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അതിന് മുന്നിലെ ഡേ, അതായത് 30-ാം തീയതി ട്രേഡിലാണെങ്കിലും ഈ ലൈൻ വളരെ ക്രൂഷ്യലായിട്ട് ആക്ട് ചെയ്തു. മോർണിംഗിൽ അത് രാവിലത്തെ ഓപ്പണിംഗ് സമയത്ത് ഹ്യൂജ് ഒരു റിജക്ഷൻ ക്യാൻഡിലോട്ട് കൂടിയത് മൂവ് ചെയ്ത് ഈ ലൈനിൽ തട്ടി. അതായത് നമ്മളുടെ എൻ്റെ ഒരു പാക്ടിക്ഷൻ പ്രകാരം ഈ ഒരു ഗ്രീൻ ലൈനുകൾ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്ത് മുകളിലേക്കോ താഴേക്കോ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ഗ്രീൻ ലൈനിലേക്ക് എത്തുന്നതിന് സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കത് ബാക്ക് ടെസ്റ്റ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. പുറകോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതുകൊണ്ട് അറിയാൻ പറ്റും. ഈ ലൈൻ കണ്ടോ? അപ്പോൾ ഈ ലൈനിൽ നിന്നത് മോർണിംഗിൽ ഓപ്പൺ ചെയ്തു. അതിനിടയ്ക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു 24,170 എന്ന് പറഞ്ഞ് ആ ഒരു റെസിസ്റ്റൻസ് അവിടെ ഒരു രീതിയിൽ നല്ല രീതിയിൽ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് കണ്ടില്ലേ, ഇവിടെ ഒരു നല്ലൊരു മുകളിലേക്ക് പോകണോ താഴേക്ക് പോകണം എന്നുള്ള ഒരു പിടിവലി നടന്നതിന് ശേഷം അത് മുകളിലേക്ക് പോയി. ബിക്കോസ് ഈ ഒരു ലൈനിൽ നിന്ന് എന്തായാലും സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു ലൈനിൽ റിജക്ഷൻ എടുത്തു കഴിഞ്ഞ് മുകളിലേക്കൊരു ട്രാവൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ലൈൻ ആ ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ ആ ഒരു ലൈനെ ക്രോസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ലോജിക്ക്. അപ്പോൾ അത് ഡെയിലി ട്രേഡ് എടുക്കുന്നവർക്കാണെങ്കിലും വീക്ക്ലി ട്രേഡ് എടുക്കുന്നവർക്കാണെങ്കിലും അത് ചിലർക്ക് യൂസ് ആകുന്നുണ്ട്, എനിക്കും യൂസ് ആകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ട്രേഡ് സെറ്റപ്പ് എപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു റേഞ്ച് എൻ്റെ സെറ്റപ്പിൽ വന്നാൽ മാത്രമേ എനിക്ക് ട്രേഡ് ഉള്ളൂ. ഇവിടെ എനിക്ക് ട്രേഡ് ഇല്ല. ഇവിടെ എനിക്ക് ട്രേഡ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഡബിൾ കൺഫർമേഷൻ ആണ്, നിങ്ങൾക്ക് ഇവിടെ ഒരു ഡബിൾ കൺഫർമേഷൻ ആണ്. ഈ ഇന്നലത്തെ കേസ് തന്നെ നോക്കിയാൽ 34-ാം തീയതി നിങ്ങൾക്ക് അറിയാൻ പറ്റും. മുകളിലേക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്നു. ഓക്കെ, താഴേക്ക് വന്നിട്ട് ഈ ലൈനിൽ തട്ടി ഇവിടുന്ന് മുകളിലേക്ക് പോയി. അതായത് ഇവിടെ ഡബിൾ ടെസ്റ്റ് റീടെസ്റ്റ് ചെയ്തു, ഇവിടെ ഈ ഒരു സോണിൽ റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോയി. ഓക്കെ, ഞാൻ ഈ പറയാൻ പറ്റുന്നത് വേറെ ഒന്നുമല്ല, ഇതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ലൈനിന്റെ. അപ്പൊ ഇനിയിപ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് ജസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 421 പറയുന്നത് ഇതൊരു ഹ്യൂജ് സപ്പോർട്ടാണ്, ഹ്യൂജ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹ്യൂജ് സപ്പോർട്ട്, ഈ രണ്ടായിട്ടും ആക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇത് കവർ ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഉറപ്പായിട്ട് 25,000 പോകും. ഒരു 100% ഉറപ്പാണ്. അത് ഒറ്റയടിക്ക് പോകുന്നല്ല പറഞ്ഞേ, അത് കറക്ഷൻസ് വന്ന് 25,000 പോകും. അടുത്തൊരു ഡിപ്പ് ഇല്ലാതെ, കറക്ഷൻസ് ഇല്ലാതെ, വലിയൊരു കറക്ഷൻ ഇല്ലാതെ മുകളിലേക്ക് തന്നെ പോകും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ലൈൻ 24, അതായത് ഞാൻ ഈ പറഞ്ഞ ഒരു തമ്പനയിലിൽ പറഞ്ഞതുപോലെ ഈ ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 24,020 ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടുന്ന് മൂവ്മെന്റ് ഉറപ്പായിട്ടും കിട്ടും 25,000-ലേക്ക്. ഇഷ്യൂസൊക്കെ സോൾവ് ആയിട്ടുണ്ട്, നമ്മുടെ ഗ്ലോബൽ ഇഷ്യൂസൊക്കെ ഓൾമോസ്റ്റ് കറക്റ്റായി വരുന്നുണ്ട്. അതിനോടൊപ്പമുള്ള ഇപ്പം ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പോലും ഈ ലെവലിന് മുകളിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ് മൊമെന്റം ഓൾറെഡി ഡെവലപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ലൈൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24,421 എന്ന് പറയുന്ന ലൈൻ ക്രൂഷ്യലായിട്ട് ആക്ട് ചെയ്യും. മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ, ഇതിന് മുകളിലാണ് ഓപ്പൺ ചെയ്തെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും.
അപ്പോൾ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ഇവിടുന്ന് ക്യാച്ച് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതോടൊപ്പം തന്നെ അപ്പോൾ ഈസി ആയിട്ട് 25,000 എത്താനും സാധ്യതയുണ്ട്, സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഈ പറഞ്ഞ 24,421 പറയുന്നത് ഇനിയിപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് കയറി വരുമ്പോൾ ഏതൊക്കെയാണ് മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ 24,500 ഒരു ടെമ്പററി റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അത് ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരമൊക്കെ നല്ല രീതിയിലുള്ളൊരു കൺസോൾട്ടേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അതിന് എബോ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സപ്പോർട്ട് എടുക്കുന്നത് നോക്കുക കേട്ടോ. അതിനുശേഷം വരുന്നതെന്ന് പറഞ്ഞാൽ 24,562, 24,600 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലെവല് നോർമൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ ഈ ഒരു ലൈൻ 24,421 എന്ന് പറയുന്നത് സസ്റ്റെയിൻ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യുക. അതിന് ശേഷം എന്ന് പറയുന്നത് 24,500 എന്ന് പറയുന്നത് ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 24,500 പൊട്ടാനായിട്ട് അല്ല കവർ ചെയ്യാനായിട്ട് സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈൻ സസ്റ്റെയിൻ ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രാജുവലി ഈ ഒരു ലെവൽ എന്തായാലും എത്താൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ലെവൽ ഇവിടുന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഒരു ലെവൽ നോക്കുക, 500 നോക്കുക. 500 നിന്ന് റിജക്ഷൻ അടിച്ചിട്ട് ഇവിടെ റീടെസ്റ്റ് ചെയ്യുന്നത് നോക്കുക. റീടെസ്റ്റ് ചെയ്തിട്ട് ഫുൾ ബാക്ക് കിട്ടുക തീർച്ചയായിട്ടും ഒരു നല്ലൊരു റാലി എന്തായാലും പോകും. ഓക്കെ, ഈ ഒരു ലെവലുകൾ നോക്കുക. അതായത് മെയിനായിട്ട് നോക്കേണ്ടത് ഈ ഒരു ലെവലാണ്. ഈ ലെവലിൽ റീടെസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഈ ലെവലിൽ നിന്ന് ബ്രേക്ക്ഔട്ട് ചെയ്ത് ട്രേഡ് എടുക്കുന്നതിനെക്കാട്ടും നല്ലത് ബ്രേക്ക്ഔട്ട് ചെയ്ത് പോയതിനു ശേഷം റീടെസ്റ്റ് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഈ ലൈനിൽ. ഓക്കെ.